ഞാൻ ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഇങ്ങനെ ഗ്യാപ്പ് വരികയാണ് എനിക്ക് ഇടാൻ വേണ്ടിയിട്ട്, വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. മോനാണ് ഇതിന്റെ എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്നത്. അപ്പൊ അവനെ ഇങ്ങനെ പഠിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് വരാൻ പറ്റാത്തത്. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു കിടില സാധനമായിട്ടാണ്. പ്രോൺസ് ബിരിയാണിയാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. പ്രോൺസ് ബിരിയാണി എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ട്, എങ്ങനെയാണ് ഉണ്ടാക്കുക. ഉണ്ടാക്കാൻ പലരും ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ അതിന് മസാല കുറവായിരിക്കും, എന്തൊക്കെയോ ചെറിയ മിസ്റ്റേക്കുകൾ വരുന്നുണ്ട്. അപ്പൊ അത് എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കി ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക എന്നുള്ളതാണ് ഞാൻ അതിൽ പറയുന്നത്. അപ്പൊ അതുപോലെ നോക്കിയിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ഉണ്ടാക്കിയിട്ട് നോക്കുക. നമ്മളിപ്പോൾ പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഉള്ളി വറുത്തതും കാഷ്യൂനട്ട്, മുന്തിരി എല്ലാം വറുത്തിട്ട് വെച്ചിട്ടുണ്ട്. അത് നെയ്യിൽ വറുത്തതാണ്. ഈ ഒരു പരുവത്തിൽ വേണം വറുത്തിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് ആ ഒരു നെയ്യിൻ്റെ ബാക്കിയുണ്ട്, അതിലേക്ക് നമ്മൾ പശു നെയ്യും ഡാൽഡയും കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചതാണ്. അതിലേക്കാണ് ഇപ്പോൾ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഉള്ളി ഇട്ടിരിക്കുന്നത്. ഇതിൽ ടോട്ടൽ നമ്മൾ വറക്കാനും മസാല ഉണ്ടാക്കാനും കൂടി ഒരു ചിക്കൻ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ഉള്ളി ആവശ്യമുണ്ട്. ഒരു 10-12 ഉള്ളി എടുത്തിട്ടുണ്ട്, മീഡിയം ടൈപ്പ്. ഒരു പിങ്ക് കളർ ഉണ്ടല്ലോ, അതിനെക്കാട്ടിലും കുറച്ചും കൂടി ഇതിലാവണം. ഇതിൽ തേങ്ങ, മല്ലിയില, പച്ചമുളക്, അതേപോലെ തന്നെ വിനീഗർ, ഉപ്പ്, ഇത്രയും ഇതിലിട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ അരച്ചെടുത്തതാണ്. ഇത്രയേ ഉള്ളൂ ഇതിനുള്ള. ഇത് ഏറ്റവും ടേസ്റ്റാണ് ബിരിയാണിക്ക്. ഇത്രയും പെർഫെക്റ്റ് മാച്ച് ആയിട്ടുള്ളൊരു ചട്നി ഇല്ല. ഇത് മല്ലി ചട്നി. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക, വളരെ ഈസിയാണ്. തേങ്ങ, മല്ലിയില, അതേപോലെ തന്നെ മല്ലിയില കുറച്ച് എടുക്കണ്ടു കേട്ടോ. പിന്നെ സുർക്ക, ഉപ്പ്, ഇത്രയും ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്കിനി ഉള്ളി ആയോ നോക്കണ്ട്. നമുക്കതിലേക്ക് വെളുത്തുള്ളി അതിലേക്ക് ഇട്ടിട്ടുണ്ട്. വെളുത്തുള്ളി, ഇഞ്ചി, മല്ലിയില, പുതിനയില, പച്ചമുളക്, കസ്കസ്, ഇത്രയാണ്. വെളുത്തുള്ളി ആദ്യം ഇട്ടിട്ടുണ്ട് കുറച്ച്. അപ്പോൾ ഇഞ്ചി അതിലേക്കിട്ടു. ഇനി അത് നന്നായിട്ട് വഴറ്റാം. ഇതിലേക്ക് നമ്മളൊരു 4 തക്കാളിയാണ് ഇടുന്നത്, മീഡിയം ടൈപ്പ്. ഈ പ്രോൺസ് ബിരിയാണി അതേപോലെ ഫിഷ് ബിരിയാണി ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഉള്ളി കുറച്ച് കൂടുതൽ, മസാല കൂടുതൽ വേണം. അത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ ചിക്കനിൽ ചേർക്കുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് ചേർക്കുന്നത്. ഇനി പച്ചമുളക് ഇടാൻ പോവാണ്. കസ്കസും പച്ചമുളകും ഇതിലേക്ക് ഇട്ടു. ഇത് തക്കാളി ഇടാം. 4 തക്കാളിയാണ് ഇടാൻ പോകണം, മീഡിയം ടൈപ്പ്. വളരെ ചെറുതാക്കി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉടഞ്ഞിട്ട്, അല്ലെങ്കിൽ കുറച്ച് നേരം. പ്രോൺസിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് 1 ടീസ്പൂണ്, മുളക് പൊടി 1.5 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്, മല്ലിപ്പൊടി 1 ടീസ്പൂണ്, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണ്, മുളക് പൊടി 1.5 ടീസ്പൂണ്, മല്ലിപ്പൊടി 1 ടീസ്പൂണ്. പിന്നെ പാകത്തിന് കുറച്ച് ഉപ്പ്, അതിലേക്കുള്ള ഉപ്പ്, കുറച്ച് ഉപ്പ് ഇതിലിട്ടിട്ടുണ്ട്, ഉള്ളിയിലിട്ടിട്ടുണ്ട്. ഇതൊന്ന് കുഴച്ച് വെക്കുക. ഒട്ടും വെള്ളം പാടില്ല, ഡ്രൈ ആയിട്ടിരിക്കണം. നമുക്ക് ഉള്ളി നോക്കാം. അപ്പം ഇതിൽ നമ്മൾ 4 തക്കാളി ഇടാമെന്ന് വിചാരിച്ചത് 5 തക്കാളി ഇട്ടിട്ടുണ്ട് കേട്ടോ. ടോട്ടല് പുളി കുറച്ച് നന്നാക്കിയിട്ടുണ്ട്. ഇതൊന്നിങ്ങി നന്നായിട്ട് ഉടഞ്ഞ് ഈ ഉള്ളിയിലേക്ക് മസാലയിട്ട് ചേരണം. ഇത് നന്നായിട്ടൊന്നാവട്ടെ. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് പുതിനയിൽ കുറച്ച് മല്ലിയില ഇടാം. ഇനി ബാക്കി ലാസ്റ്റ് ഇടുള്ളൂ. അത്യാവശ്യം നന്നായിട്ടൊന്ന് ഇടണം, എന്നാലേ ഉള്ളൂ ഇതിലേക്ക് മണമൊക്കെ പിടിക്കുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. ഈ സമയത്ത് നമുക്ക് ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. ഇവിടെ പട്ട, ഗ്രാമ്പു, ഏലക്ക, പെരുംജീരകം എല്ലാം കൂടി, കുരുമുളക് എല്ലാം കൂടി ചതച്ചതാണ്. ഇത് 1 സ്പൂൺ ഇടാം. പിന്നെ ഫ്രഷ് ആയിട്ടുള്ളത് നമുക്ക് പ്രോൺസ് ഇടുന്ന സമയത്ത് ഒന്ന് ചതച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇടാം. പട്ട, ഗ്രാമ്പു, ഏലക്ക മാത്രം. ഇപ്പം ഇനി ഇതിലേക്കുള്ള മസാല ഇടാൻ പോവാണ്. 1.5 ടീസ്പൂണ് മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. മുളക് പൊടി 1 ടീസ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് മഞ്ഞൾപ്പൊടി. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയാം. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് മുളക് പൊടി, 1.5 സ്പൂണ് മല്ലിപ്പൊടിയാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ കുറച്ച് മീറ്റ് മസാല ഇടാം. മീറ്റ് മസാല, ചിക്കൻ മസാല, ഏതാ നിങ്ങളുടെ കയ്യിലുള്ള വെച്ചാൽ അതനുസരിച്ചിട്ട് കുറച്ചിടാം. ഇത്ര കണക്കൊന്നുമില്ല. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ആയിട്ടുണ്ട്. ഇതൊന്ന് ഈ മസാലപ്പൊടിയും കൂടി ഇതിലായി കഴിഞ്ഞാൽ ഇനി നമുക്ക്
ചെമ്മീൻ ഇതിലേക്ക് ഇടാം. ഇനി നമുക്ക് പ്രോൺസ് മസാല തേച്ച് വെച്ചത് അതിലേക്ക് ഇടാം. സമയം കൊണ്ട് നമുക്ക് അരിക്കുള്ള വെള്ളം അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അരി വാർത്തിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്, വറ്റിച്ചിട്ടല്ല. അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകിച്ച് കാണിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാനത് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ കാണിച്ചിട്ടുള്ളതാണ്. ആരെങ്കിലും കാണണം എന്നുള്ളതുണ്ടെങ്കിൽ ചിക്കൻ ബിരിയാണി അടിച്ച് നോക്കിയാൽ മതി. സാവസിൻ്റെ ചിക്കൻ ബിരിയാണിയിൽ ഞാനത് വെച്ചിട്ടുണ്ട്. അരി വെക്കുന്നതെല്ലാം കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഗ്രാമ്പു, 4 ഏലക്ക, ഒരു ചെറിയ കഷ്ണം പട്ട എല്ലാം കൂടി ചതച്ചതാണിത്. ഇത് അതിലേക്ക് ഇടുകയാണ്. ഫ്രഷായിട്ടുള്ളത് നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് 2 വിധത്തിൽ ഉണ്ടാക്കാം. ഈ പ്രോൺസ് തന്നെ മസാല തേച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് ഇതേപോലെ ഇങ്ങനെ ഉള്ളി വഴറ്റിയിട്ട് ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഇപ്പം ഞങ്ങൾ ഉണ്ടാക്കിയ പോലെ ഉണ്ടാക്കാം. ഞങ്ങളിപ്പം വറുത്തിട്ടൊന്നുമില്ല. അതിന് ഇതൊന്ന് വേകട്ടെ. ഇതിൽ പാകത്തിന് ഉപ്പൊക്കെ ഇടണം. ഉപ്പിടുന്നത് കാണിക്കാൻ മറന്നു. ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ നമ്മുടെ പ്രോൺസ് മസാല റെഡി ആയിരിക്കുകയാണ്. ഇനി നമ്മൾ റൈസും മസാലയും കൂടി ദം ചെയ്യുന്നത് കാണിക്കാം. അതിലേക്ക് കുറച്ച് അടിയിൽ കുറച്ച് നെയ്യ് ഇടുക. ഇതിങ്ങനെ ലെയറായിട്ട് ഇടുക. അന്ന് ചിക്കൻ ചെയ്ത പോലെ തന്നെയാണ്. ഇനി അതിലേക്ക് ഉള്ളി വറുത്തത് ഇടാനാണ്. ഇനി പ്രോൺസിൻ്റെ മസാല അതിൻ്റെ മുകളിൽ ഫുള്ള് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യുക. ഒറ്റ ലെയർ ഞങ്ങൾ ഇടുന്നുള്ളൂ. കുറേ ലെയർ ഇടാനുള്ളതില്ല. ആകെ 1 കിലോ കൊണ്ടല്ലേ ഉണ്ടാക്കണം. അപ്പോൾ അത്ര അത് ആദ്യം റൈസ് ഇട്ടു, എന്നിട്ട് അതിൻ്റെ മുകളിൽ ഉള്ളി ഇതൊക്കെ ഇട്ടു. അതിനുശേഷം ഈ മസാല. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ ബാക്കിയുള്ള റൈസും കൂടി ഇടാൻ പോകും. അപ്പോൾ ഫുള്ള് അതിലേക്ക് ഞങ്ങൾ കൊടുക്കും. മല്ലിയില അതിൻ്റെ മുകളിൽ കൂടെ ഇടുക. ഇനി ബാക്കി കുറച്ച് നെയ്യും കൂടി ഒഴിക്കുക. അങ്ങനെ ദമ്മിടാൻ പോകും. നെയ്യ് കുറച്ചും കൂടി ഒഴിക്കുക. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ദമ്മ് കൊടുക്കുക. ദമ്മിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇനി ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് ദമ്മെടുക്കും. അപ്പോൾ എന്നിട്ട് വേണം. അങ്ങനെ നമ്മുടെ ബിരിയാണി ആയിട്ടുണ്ട്. ഞാൻ നല്ല 2 മുട്ടയൊക്കെ വെച്ച് കണ്ണൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റി പ്രോൺസ് ബിരിയാണിയാണ്. അതിൻ്റെ കൂടെ സലാഡ്, പിന്നെ ചമ്മന്തി ഉണ്ട്. നമ്മൾ പുതിന ചമ്മന്തിയാണ്. അത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇതിൻ്റെ കോമ്പിനേഷൻ വളരെ നല്ല കോമ്പിനേഷനാണ് ആ ചമ്മന്തി. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് ഞാൻ വേറൊരു റെസിപ്പി ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവരോടും ബൈ.